കൊക്ക് ടിവി. വികൃതി കുതിര. രാജാവ് പോകുന്നിടത്തെല്ലാം കുതിരപ്പുറത്താണ് പോകുന്നത്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം രാജാവ് ഒരു പുതിയ മോട്ടോർ സൈക്കിൾ വാങ്ങി. ഒരു സൈക്കിള് വാങ്ങിയത് മുതല് കുതിരപ്പുറത്ത് എങ്ങും പോയിട്ടില്ല. കുതിര ഇനി നമുക്ക് ഉപകാരപ്പെടില്ല. നമുക്ക് കുതിരകൾക്ക് കുറഞ്ഞ ഭക്ഷണം നൽകാം. അവൻ കുതിരയ്ക്ക് വളരെ കുറച്ച് ഭക്ഷണം നൽകി. കുതിരയ്ക്ക് വിശന്നു. ഒരു ദിവസം രാജാവിന്റെ മകൾ സോണിയ ഒരു കാരറ്റ് കഴിക്കുകയായിരുന്നു. അപ്പോൾ കുതിര ശബ്ദമുണ്ടാക്കി സോണിയയെ നോക്കി. ഈ കാരറ്റ് കഴിക്കൂ. നന്ദി സോണിയ. എന്താ, അച്ഛൻ ഭക്ഷണം തന്നില്ലേ? അതെ, ഇപ്പോൾ നിന്റെ അച്ഛൻ എന്റെ മേലിരുന്ന് സവാരി ചെയ്യാറില്ല. അതിനാൽ അവ കൃത്യമായി ഭക്ഷണം നൽകുന്നില്ല. ഇനി ഞാൻ നിനക്ക് ഭക്ഷണം തരാം. ഇതു പറഞ്ഞ് സോണിയ കുതിരയ്ക്ക് ദിവസവും പഴങ്ങളും പച്ചക്കറികളും നൽകി. ഒരു ദിവസം രാജാവ് പുറത്തിറങ്ങാൻ മോട്ടോർ സൈക്കിൾ എടുത്തു. മോട്ടോർ സൈക്കിൾ സ്റ്റാർട്ടായില്ല. മോട്ടോർ സൈക്കിൾ സ്റ്റാർട്ട് ആകില്ല. ശരി, ഇന്ന് കുതിരപ്പുറത്ത് നമുക്ക് പോകാം. രാജാവ് കുതിരപ്പുറത്തിരുന്നു. കുതിര പോകാതെ രാജാവിനെ തള്ളിയിടാൻ ശ്രമിച്ചു. രാജാവും കുതിരയെ മെരുക്കാൻ ശ്രമിച്ചെങ്കിലും കുതിര വഴങ്ങിയില്ല. രാജാവ് കുതിരപ്പുറത്തു നിന്നും വീണു. അപ്പോഴാണ് സോണിയ അവിടെ വന്നത്. എന്തിനാ അച്ഛനെ ചുമക്കാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു? സോണിയ കുതിരപ്പുറത്തിരുന്നു. കുതിര നിശബ്ദമായി സോണിയയുമായി കുറച്ചു ദൂരം പോയി. അച്ഛാ, നിങ്ങൾ കുതിരയ്ക്ക് ഭക്ഷണം കൃത്യമായി നൽകാത്തത് കൊണ്ടാണ് കുതിര നിങ്ങളെ അനുസരിക്കാത്തത്. ഇപ്പോൾ മുകളിലെ കുതിരയ്ക്ക് ഭക്ഷണം കൊടുക്കുക. രാജാവ് ഇത് പറഞ്ഞു കുതിരപ്പുറത്തിരുന്നു. കുതിരയും നിശബ്ദമായി പോയി. ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, മനുഷ്യർ നമ്മെ സഹായിക്കുന്നില്ലെങ്കിലും മൃഗങ്ങൾക്ക് എപ്പോഴും ഭക്ഷണം നൽകണം.